ഇതാണ് അബിയപ്പഴം. ഇതൊരു ചെറിയ പഴമാണ്. നമ്മുടെ കൃഷിയിടത്തിൽ വലിയ പഴം നിൽപ്പുണ്ട്. നമുക്ക് എങ്ങനെ മുറിക്കണമെന്ന് നോക്കാം. അബിയപ്പഴം എങ്ങനെ കട്ട് ചെയ്യണമെന്ന്. എങ്ങനെ വരയണം ഈ സാധനം. ഇങ്ങനെ വരഞ്ഞിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്താൽ മതി. ഓ ശരി ശരി ശരി. അപ്പോൾ ഇത് രണ്ടും വിത്താണ്. ഇതാണ് അതിൻ്റെ ഫ്ലഷ്. ഇതൊരല്പം തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഇച്ചിരി ടേസ്റ്റ് ഉണ്ട്. ശരി. ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ നോർമൽ തണുപ്പിൽ വെച്ചിട്ട് നമ്മൾ തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഇച്ചിരി ടേസ്റ്റ് ഉണ്ട്. ശ്രീരാജന് അബിയപ്പഴം കഴിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ വന്നതാണ്. ഒന്ന് കഴിച്ചു നോക്ക്. ഓ അങ്ങനെ വീണ്ടും കട്ട് ചെയ്തിട്ട് സ്പൂണിന് സ്കൂപ്പ് ചെയ്ത് കഴിക്കുക. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ കഴിക്കാം. ഒന്നോടെ കട്ട് ചെയ്യാം. ഒന്ന് പിടിക്കാം. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഒരു കരിക്കിൻ്റെയും ഒരു കാരാമിൽക്കിൻ്റെയും കൂടെ ടേസ്റ്റ് ആണ് ഇത്. ഓ ശരി. അപ്പോൾ കൂടുതൽ പഴങ്ങൾ കൃഷിയിടത്തിലുണ്ടല്ലേ? ഉണ്ട്. നമുക്ക് അവിടേക്ക് പോവാം. എല്ലാവർക്കും നമസ്കാരം. ആൻ്റണി മുനിയറ വ്ളോഗ്സിലേക്ക് സ്വാഗതം. പൊന്മുടിയിലെ ഏറ്റവും ഉയർന്ന കുന്നിൻപുറം നാടുകാണി വ്യൂ പോയിൻ്റ്. എല്ലാ ദിവസവും ആയിരക്കണക്കിന് സഞ്ചാരികൾ എത്തുന്ന ഒരു പ്രദേശം. അതിന് താഴ്വാരത്തിലായിട്ട് ഒരു പഴവർഗ കൃഷിത്തോട്ടം. തൊടുപുഴ സ്വദേശിയായ ബാബു താഴത്ത് വീട്ടിലാണ് ഇവിടെ ഈ കാർഷിക പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അദ്ദേഹത്തിന് അബി ഉൾപ്പെടെ ഒട്ടേറെ കൃഷികളുണ്ട്. ശ്രീ രാജൻ അദ്ദേഹത്തിൻ്റെ ഈ കൃഷിത്തോട്ടം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രീ രാജനും ഞാനും ഇവിടേക്ക് എത്തിയതാണ്. എവിടെയാണ് അബിയു നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളത്? ഇതിൻ്റെ മുകളിൽ ഒരു 3 പ്ലാറ്റ്ഫോം മുകളിൽ ഈ റംബൂട്ടാൻ കൃഷിയിടത്തിൽ അബിയു ഉണ്ടല്ലേ? ഉണ്ട്. അബിയുണ്ട്. അബിയു അങ്ങനെ കായ്ച്ചോ? അബിയു കായ്ച്ചു. കഴിഞ്ഞ കൊല്ലം തൊട്ട് കായ്ക്കുന്നുണ്ട്. കുഴപ്പമില്ല. അബിയുവിന് പറ്റിയൊരു കാലാവസ്ഥ ക്ലൈമറ്റാണ്. അബിയുവിന് കുഴപ്പമില്ല. അപ്പോൾ നമുക്കെന്നാൽ അബിയുവിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. നമ്മൾ അബിയുവിൻ്റെ കാഴ്ചകളിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടെ ഒരു അബിയു കാണുന്നുണ്ട്. ഈ താഴെ അവക്കാഡോ കാണുന്നുണ്ട്. ഇത് വീണ്ടും അവക്കാഡോ കാണുന്നു. ഞാവലുണ്ട്. പിന്നെ റംബൂട്ടാൻ ഇങ്ങനെ കുറേയേറെ ഉണ്ട് ഈ പ്രദേശത്ത്. റംബൂട്ടാൻ എന്തോരം സ്ഥലത്തുണ്ട്? 2.5 ഏക്കർ റംബൂട്ടാൻ. അതാണ് പ്രധാനപ്പെട്ട കൃഷി എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അബിയു കാഴ്ച എന്ന് പറയുന്നു. ആ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് പൊന്മുടിയിലേക്ക് എത്തിയതാണ്. ശ്രീ ബാബു, താങ്കൾ എവിടെയുള്ള ആളാ ഇവിടേക്ക് എത്തിയത്? എവിടുത്തുകാരനാണ്? ഇവിടെ പൊന്മുടിക്കാരനാണോ? അല്ല, എൻ്റെ വീട് നാഗപ്പുഴ. അതെ. അപ്പോൾ ഇവിടെ പേരൻസ് ആയിട്ട് ഇവിടെ സ്ഥലം മേടിച്ചതാണ്. പിന്നെ നമ്മൾ ഇവിടെ വരാൻ നിർബന്ധിതമായി. അങ്ങനെ എത്തിപ്പെട്ടോ. പിന്നെ അങ്ങ് പഴവർഗ്ഗ കൃഷി തുടങ്ങി അല്ലേ? അതെ. അപ്പോൾ ഈ പ്രദേശത്ത് ഈ വലയിട്ടിരിക്കുന്ന അത് ഇപ്പൊ കാഴ്ചയേക്കണ അബിയാണ്. ആഹാ, കായുണ്ട്. രാജാ ഇത് കണ്ടോ? ഇത് കണ്ണിറച്ച് കണ്ടോ അബിയു? ആഹാ, അബിയു അല്ലല്ല, അതൊരു പനിപ്പുള്ളതാണ്. പനിച്ചു പോയി. താഴെ ഒരു പഴം കാണുന്നുണ്ട്. ഇടയ്ക്ക് ഒരു പഴം കാണുന്നുണ്ട്. താഴെ ഒന്നല്ല, കുറേ പഴങ്ങളുണ്ട്. ഇത് എത്ര നാളായി ബാബുച്ചേട്ടാ ഇത് കായ്ച്ചിട്ട്? ഇത് കഴിഞ്ഞ കൊല്ലം തൊട്ട് നല്ല കായുണ്ട്. ഇതിപ്പോ 2ാം കൊല്ലം ഇത്. എത്ര അബിയു മരങ്ങൾ അങ്ങനെയൊക്കെയുണ്ട്? എനിക്ക് 2 വലിയ മരമുള്ള, പിന്നെ ഒരു 8-10 ചെറുത് വെച്ചിട്ടുണ്ട്. ഇതാണ് അബിയു. ഇത് വിളവെടുക്കാറായല്ലോ? അതെ. അന്നാ പറിച്ചോ? ആയിക്കോട്ടെ. ഞാൻ പറിക്കണ സാറ് പറിക്കും. ഞാൻ പറഞ്ഞാൽ ഞാൻ പറിക്കാം. നിങ്ങൾ പറിച്ചോ, നിങ്ങൾ എടുത്തു. നിങ്ങൾക്ക് വേണ്ടി വെച്ചേക്കാം. ഞാനെന്തായാലും ഒരു അബിയു പറിച്ചു. ഇത് കാണാൻ വേണ്ടി വന്ന രാജനും ഒരു അബിയു പറിച്ചേ. കിട്ടിയോ? അത് പറിക്കേ. ഞാൻ വരാം അങ്ങോട്ട്. അബിയു പറിച്ചോ? അപ്പോൾ നന്നായിട്ട് നല്ല മഞ്ഞ നിറത്തില്. ബാബു ചേട്ടാ, ഇതിന്റെ ഒരു പാകമായി എന്ന് തോന്നുന്നു. എങ്ങനെ ഇതുപോലെ നിറച്ച്? ഓക്കെ, ഇവിടെ ഈ പച്ച കളർ മാറി ഈ മഞ്ഞ വരണം. അപ്പൊ ഇത് നന്നായിട്ട് പഴുത്താം. ഇനി ഇതൊരു 3-4 ദിവസം ഇരുന്നോളും. അത് ശരി.
ഫ്രീസറിൽ വല്ലതും വെക്കണം, ഫ്രിഡ്ജിൽ വെക്കണം? ഒരു ഫ്രിഡ്ജിലൊരു അല്പനേരം വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂടുതലുണ്ട്. ടേസ്റ്റ് കൂടുതലുണ്ട്. അതെ അതെ. ഇത് ഇങ്ങനെ വീട്ടിൽ കൊണ്ട് വെച്ച് 2-3 ദിവസത്തോടെ ഇരുന്നോളൂ. അത് ശരി. ചതയാതെ നോക്കണം, അതൊരു ഇതിൻ്റെ ഡ്രോബാക്കാണ്. ഇവിടെ കുറേ കൊഴിഞ്ഞ് കിടപ്പുണ്ടല്ലോ. അത് പനിപ്പുണ്ട്. വാവല് ഈ ഇടയ്ക്കൂടെ കയറിയിട്ട് ശല്യം ഉണ്ടാക്കുന്നുണ്ട്. മരപ്പെട്ടി, എലി. ശരി. അതുകൊണ്ടാണ് വലയിട്ടേക്കുന്നത്. അപ്പോൾ ഈ റംബൂട്ടാൻ കായ്ച്ചു കഴിയുമ്പോൾ വലയിടുന്നത് പോലെ ഇതിനും വലയിടണം. ഇപ്പൊ അങ്ങേക്ക് കായ്ച്ച 2 മരങ്ങളാണോ? അതെ അതെ. ഇത് കായ്ച്ചാണോ? ഇത് രണ്ടും 2 ഇനമാണ്. ഇത് വർഷത്തിൽ ഒറ്റ തവണ കായ്ക്കുള്ളൂ. ഇത് വർഷത്തിൽ 2 തവണ അല്ലെങ്കിൽ 3 തവണ കായ്ക്കുന്നു. കായിൽ വ്യത്യാസമുണ്ടോ? കായുടെ വലുപ്പത്തിൽ? ഈ കായുടെ എണ്ണം കൂടുതലാണെങ്കിൽ വലിപ്പം കുറവായിരിക്കും. എണ്ണം കുറവാണെങ്കിൽ വലിപ്പം കൂടുതൽ. കായ്ക്ക് എണ്ണം കുറവാണെങ്കിൽ വലിപ്പം കൂടുതലായിരിക്കും. ഇതിന്റെ ഒരു മാർക്കറ്റിംഗ് എങ്ങനെയാ? ഇത് വിൽക്കാൻ തുടങ്ങിയോ? ഈ കൊല്ലം കുറേശ്ശെ ഇവിടെ ലോക്കൽ കൊടുത്തു, അതേ ഉള്ളൂ. എന്ത് വില കിട്ടും? എനിക്കൊരു 150 രൂപ. ഒരെണ്ണം എന്തോരം ഉണ്ടാവും തൂക്കം? വലുതാണെങ്കിൽ എനിക്ക് 600 ഗ്രാം വരെ ഉണ്ട് ഒരെണ്ണം. 600, 400 ഒക്കെ. ഇതിപ്പോൾ ഒരു 200, 250 ഗ്രാമിൽ താഴെ ഇത് വരും. അപ്പോൾ എന്തായാലും ഇനിയും ഉണ്ട് 2-3 എണ്ണം. അതുകൊണ്ട് വലയിട്ട് മൂടിക്കോ കേട്ടോ. അപ്പോൾ എന്തായാലും പൊന്മുടിയിൽ അബിയു നന്നായി വിളയുമെന്ന് തെളിയിച്ച ഒരു കർഷകനാണ് ശ്രീ ബാബു. തൊടുപുഴയിൽ നിന്ന് ഇവിടേക്ക് വന്ന് കാർഷിക പ്രവർത്തനം നടത്തി പഴവർഗ്ഗ കൃഷിയിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നൊരു കർഷകനാണ്. അദ്ദേഹത്തിൻ്റെ കൃഷിയിടമാണ് ഞാനും രാജനും കൂടിയിട്ട് ഇന്ന് കാണാൻ വന്നത്. അബിയു വിളവെടുക്കാൻ കഴിഞ്ഞു. ഒരുപാട് സന്തോഷം. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സ്നേഹപൂർവ്വം, ആൻ്റണി മുനിയറ.